ഭൂമിക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് കേട്ടോ അമേരിക്ക. ഇവിടെയൊക്കെ ആളുകൾ നടന്ന് വളരെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ഒരു സ്ക്വയർ ഡിസൈൻ ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഐഷയ്ക്കും മുജിക്കൊന്നും ഇങ്ങോട്ട് ഡെത്ത് വാലിയിലേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഡെത്ത് വാലി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ബാഡ് വാട്ടർ ബേസിനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും 2 കാറുകളുണ്ടായിരുന്നു കേട്ടോ, ചെറിയ സെഡാൻ കാറുകൾ. അവർ തിരിച്ചു പോയിട്ടോ. യെസ്, ഇതാ കാണുന്നുണ്ട് നാച്ചുറൽ ബ്രിഡ്ജ്. വാ, കണ്ടില്ലേ, അതാ കാറുകൾ കയറി വരുന്നുണ്ടോ. അപ്പോൾ കുറച്ച് വരുമ്പോൾ അവർക്ക് പേടിയായിട്ടായിരിക്കും തിരിച്ചു പോണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ആ മലകൾ കാണാനായിട്ട്. മഴയും കാറ്റും ഒക്കെ അടിച്ച് പല ഷേപ്പിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈവൻ എല്ല് വരെ ഒടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ലോകത്ത് ഒരു സ്ഥലത്തും നമുക്ക് സീ ലെവൽ ഒരു മലയുടെ മുകളിൽ മാർക്ക് ചെയ്തേക്കണ കാണാൻ പറ്റില്ല അല്ലേ. പക്ഷേ ഇവിടെ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഡെത്ത് വാലി നാഷണൽ പാർക്കിൽ സീ ലെവൽ ഇത്രയും മുകളിലായിരുന്നു ഇരിക്കുന്നത്. അതായത് ആ സീ ലെവലിൽ നിന്നും 282 അടി താഴ്ചയിലാണ് ഡെത്ത് വാലി നാഷണൽ പാർക്കിലെ ബാഡ് വാട്ടർ ബേസിൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഇരിക്കുന്നത്. ഇവിടെ സാൾട്ടാണ്, അതായത് പൊടിയുപ്പാണ് ഈ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ മലകളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഈ പൊടിയുപ്പ് ഏകദേശം 200 സ്ക്വയർ മൈലിന് മുകളിൽ, അതായത് 500 സ്ക്വയർ കിലോമീറ്ററിന് മുകളിലുള്ള ഏരിയയിലാണ് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ ഇതിനോട് തൊട്ട് ചേർന്നായിട്ട് ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. നമ്മൾ ആദ്യം കണ്ട് ഞാൻ വിചാരിച്ചു ടിക്കറ്റ് എടുക്കാൻ എന്തെങ്കിലും കൗണ്ടറാണെന്ന് വിചാരിച്ച് ക്യൂ കണ്ടപ്പോൾ അവിടെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് ക്യൂ നിന്ന ആളുകളായിരുന്നു അവിടെ. ഇവിടെ വീൽ ചെയർ ആക്സസിബിൾ ആണ്. ഇവിടെ കണ്ടോ, ഇങ്ങോട്ട് വീൽ ചെയറിൽ പോകാനുള്ള സൗകര്യമുണ്ട്. ഇത്രയും വണ്ടികൾ ഈ ഒരു സമയത്ത്, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഹൗ ഹോട്ട് ഈസ് ഡെത്ത് വാലി, ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്ന് നോക്കിയിട്ട് വരാം. ഡെത്ത് വാലിയിൽ നിലവിൽ ടെമ്പറേച്ചർ മാക്സിമം 49 ഡിഗ്രി സെൽഷ്യസ് വരെ വരും, അതായത് 120 ഫാരൻഹീറ്റ് വരെ. ചൂട് സമയത്ത് രാത്രിയിലാണെങ്കിൽ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും, അതായത് ഒരു 100 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ. സമ്മറിൽ ആരും ഇങ്ങോട്ടേക്ക് വിസിറ്റിനായിട്ട് വരാറില്ല. അതുകൂടാതെ ഇവിടെ 2 ഇഞ്ച് താഴെ മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിൽ മഴ പെയ്യാറുള്ളൂ. നമ്മളിപ്പോൾ സീ ലെവലിനും താഴെയുള്ള ഏരിയകൾ പറയുമ്പോൾ ഇതിലും വലിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ബാഡ് വാട്ടർ ബേസിൻ 282 ഫീറ്റാണ് താഴെ. സാൾട്ടൺ സീ ഉണ്ട്, നമ്മുടെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. അതവിടെ 227 ഫീറ്റ് താഴെയാണ്. കൂടാതെ അർജൻറ്റീനയിൽ സലീനസ് ചിക്കാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, 131 ഫീറ്റ് ബിലോ സീ ലെവലാണ്. പിന്നെ ഇത് നോർത്ത് അമേരിക്കയുടെ പാർട്ടാണ്, ഇവിടെ 151. ഇനിയിപ്പോൾ നമ്മുടെ യൂറോപ്യൻ കൺട്രിയുടെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഷെബ്ഖെറ്റ മൊറോക്കോ 180 ഫീറ്റ്. ചോട്ട് അൾജീരിയയിൽ 131 ഫീറ്റ്, 184, 435. ക്വാട്ര ഡിപ്രഷൻ ഈജിപ്തിൽ 435 ഫീറ്റ് ഉണ്ട്. എത്യോപ്യയിൽ -410 ഫീറ്റ് ഡൗണിലുണ്ട്. ലേക്ക് അസൽ ജിബൂട്ടിയിൽ 509 ഫീറ്റ് സീ ലെവലിൽ താഴെയുണ്ട്. ഡെഡ് സീ ആണെങ്കിൽ 1360 ഫീറ്റ് താഴെയാണ്. കാസ്പിയൻ സീയിലാണെങ്കിൽ 992 ഫീറ്റ് ഉള്ളുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഡെഡ് സീ ആണ് കേട്ടോ, 1360. നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, സോറി. അപ്പം 266, പിന്നെ 505 ഫീറ്റ് ചൈനയിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ്. പിന്നെ ഓസ്ട്രേലിയയിലുണ്ട് 49 ഫീറ്റ് ബിലോ സീ ലെവൽ. അപ്പോൾ ഇത്രയാണ് ബിലോ സീ ലെവൽ വരുന്ന ലോകത്തെ സ്ഥലങ്ങൾ. ബെർത്ത് ഓഫ് ഡെത്ത് വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഈ എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ സാൾട്ട് വാട്ടർ ബേസിൻ ഈ ഏരിയ ഇങ്ങനെ താഴ്ന്നു പോകും. അതുകൂടാതെ ഇവിടെ മൗണ്ടൻ ഏരിയാസൊക്കെ ഉയർന്നു വരും എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. യെസ്, ഇങ്ങനെ വുഡൻ ഒരു ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് പോകാനായിട്ട്. ബാഡ് വാട്ടർ ബേസിൻ 282 ഫീറ്റ്, 85.5 മീറ്റർ ബിലോ സീ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാൾട്ട് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മളെ കടലിൽ ഉപ്പുണ്ടെന്ന് അറിയാം, പക്ഷേ ഇങ്ങനെ കരയിൽ ഇങ്ങനെ ഉപ്പ് വന്ന് കിടക്കുന്ന ആദ്യമായിട്ട് കാണുന്നല്ലേ. കടലിൽ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ. ഹെൽപ്പ് പ്രൊട്ടക്ട് ദ സാൾട്ട് ഫ്ലാറ്റ്സ്, നോ കളക്ടിങ്, നോ ഡിഗിങ്, കാർവിങ്.
വയലേഷൻ സബ്ജക്റ്റ്. ഇവിടെ നിന്നൊന്നും കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്നിട്ട് പറഞ്ഞേക്കുന്നത്. കാരണം ഇതൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. ഇതിൽ നമുക്ക് നടക്കും. നമ്മൾ ഇതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് വൈറ്റ് കളറാണ് ഇത് കാണുമ്പോൾ. നമ്മൾ വന്നത് അവിടെ നിന്ന് അതൊക്കെ എന്താ ഒരു വൈറ്റ് കളറല്ലേ. കുട്ടികളൊക്കെ കളിക്കുന്നു. അങ്ങോട്ടേക്ക് ഇപ്പം 200 മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണല്ലേ. ശരിക്കും ടേബിൾ സാൾട്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് പൊടിയുപ്പ് പോലെയാണിത് ഉള്ളത്. നമുക്ക് കുറച്ച് ഇവിടെ വൃത്തിയായിട്ടുള്ള ഏരിയയിലേക്ക് പോയിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെ ആണോ? അത് ശരി, ഓടാൻ നല്ല സുഖമെന്ന് പറയുന്നതില്ല. തിരിച്ചു വരുമ്പോൾ ഓടാം. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ കുറേ നടന്ന് വന്നു നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന്. കണ്ടല്ലേ, ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്നു. എന്നിട്ട് ഇനി അങ്ങോട്ട് നോക്കി. ഇതിൽ ഓടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ, അതുകൊണ്ടാണ് ആൾക്കാർ കുറച്ചൊക്കെ ഓടുന്നത്. പിന്നെ അതാ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോ. ഇത് നമ്മളിങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. ഭൂമിക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് കേട്ടോ അമേരിക്ക. കാരണം മുമ്പ് നമ്മൾ കണ്ടു കാലിഫോർണിയയിലെ ലേക്ക് ടാഹോ. അതൊക്കെ എത്ര അടിയായിരുന്നു? അറൗണ്ട് 5000 അടി ഉയരത്തിലൊരു വലിയൊരു തടാകം, അതും ഒരു 120 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിൽ. അതുപോലെ ഇവിടുത്തെ സെക്വോയ ട്രീസ്, റെഡ്വുഡ് നാഷണൽ പാർക്ക്. എന്താ ഇവിടെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇത്രയും നാൾ വന്നിട്ട് നമ്മൾ ഇതുവരെയും ശ്രമിച്ചിരുന്നത് കാലിഫോർണിയ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകാനായിരുന്നു. അപ്പം ഈ ഡെത്ത് വാലിയോടുകൂടി കഴിയുന്നതോടുകൂടി നമ്മുടെ കാലിഫോർണിയയിലുള്ള ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസുകളെല്ലാം തന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് നമ്മുടെ സ്ഥലങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ആളുകൾ നടന്ന് വളരെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ഒരു സ്ക്വയർ ഡിസൈൻ ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇതാണ് നമ്മൾ ഫോട്ടോയിലൊക്കെ എപ്പോഴും കാണുന്നത്. സ്ക്വയറിലല്ല, ഒരു ഡയഗണൽ പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. എന്താ മോനു? ഡ്രൈനസിൻ്റെ അഡ്ജസ്റ്റ് കാണാൻ പറ്റും അല്ലേ? അത് തന്നെ വാപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉണ്ടോ, ഇങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടൊരു ഓട്ട മത്സരമായിരുന്നു കേട്ടോ. ഓട്ട മത്സരം കഴിഞ്ഞിട്ട് നിർത്തി. ഇഷ്ടമായോ ഓടി മത്സരിച്ചിട്ട്? ഐഷയ്ക്കും മുച്ചിക്കൊന്നും ഇങ്ങോട്ട് ഡെത്ത് വാലിയിലേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഡെത്ത് വാലി എന്ന് പറയട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര നല്ലതാ. വരാതിരുന്നത് ഭയങ്കര ഇതായിപ്പോയി. പ്രത്യേകിച്ച് ഇപ്പൊ വന്നതുകൊണ്ട് നമുക്ക് നല്ല കാലാവസ്ഥയിൽ നമുക്ക് എൻജോയ് ചെയ്യാം. യെസ്, നമ്മൾ നടന്ന് ഒരുപാട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒരാൾ, അവിടെ 2 പേര്, അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി ഏതായാലും തിരിച്ചു പോവാം. ഉപ്പൊന്ന് പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് ഉപ്പ്. ഇവിടെ ഫോട്ടോ എടുക്കൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുളിക്കുകയും കൂടി ചെയ്യണം. അതിന് മറ്റേത് തല ഇങ്ങനെ വെച്ചിട്ട് അത് മാറ്റി പിന്നെ ഇങ്ങനെ നെറ്റി ചുളിക്ക് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ. മാറി ഐഷ. അയ്യോ നിന്റെ ഷെഡ് കാണുന്നു. ഐഷയ്ക്കാക്കാൻ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്.
ആ ഓക്കെ പിങ്ക് വെച്ച അവള് പണി കൊടുക്കണേണ് എനിക്ക്. കുഴപ്പമില്ല. കുറച്ചത് മുകളിലോട്ട് നോക്കിയേ, കണ്ണിങ്ങനെ മുകളിലോട്ട്. അങ്ങനെയൊന്നും കാണിക്കണ്ട. ഇത്രയും മില്യൺ കണക്കിന് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഇതിൻ്റെ ആ വെള്ള കളർ മാറാതെ കിടക്കുന്നല്ലേ പ്രകൃതിയുടെ ഒരു കഴിവ്. ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഇത് വെള്ളം ഉണ്ടായിരുന്ന ഏരിയ, എന്താ പറയുന്നത്, വെള്ളം സംഭരിക്കപ്പെടുന്ന ഏരിയ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമുക്കിതാ അതിൻ്റെ അടിയിലേക്ക് വെള്ളം കാണാം. വിചാരിച്ചാൽ അധികം വെള്ളം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം പറ്റി പോകുന്ന ഏരിയയിൽ അടിയിൽ പാടത്തൊക്കെ കുറച്ചുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇതാ നോക്കി, അവിടെ വെള്ളം കാണാം. ഇവിടെ ചില സ്ഥലത്ത് ആളുകൾ ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളം തെളിഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ തൊപ്പി വച്ചിട്ടുണ്ടെന്നുള്ളൂ, വെയിലിൻ്റെ ഒരു ഇത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നല്ല തണുപ്പാണ് കേട്ടോ, പുറത്ത് നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ സമയത്ത് വന്നത് എന്തായാലും വളരെ നന്നായി. യെസ്, അങ്ങനെ നമ്മൾ ബാഡ് വാട്ടർ ബേസിനോട് വിട പറയുകയാണ്. നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇതിന് ബാഡ് വാട്ടർ എന്ന് പറയാൻ കാരണം ഇത് ഈ സോൾട്ടിൻ്റെ ഇതുള്ളതുകൊണ്ട് കുടിക്കാൻ അനുയോജ്യമല്ല, അതുകൊണ്ടാണ് ബാഡ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ, ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലിരുന്ന് ട്രിപ്പ് ഇഷ്ടപ്പെട്ടവരൊക്കെ കൈ കൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്താ പറയുന്നത്, ഒരുപാട് വണ്ടികൾ, ഞാൻ വണ്ടി എടുത്ത സമയത്ത് ക്യൂ ആയിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് കയറാനായിട്ട്. ഒത്തിരി വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി, എന്തായാലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അത്ഭുത പ്രദേശമാണ് കേട്ടോ അത്. ഫർണസ് ക്രീക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ കൂടുതൽ കാറുകൾ വരുന്നത്. നമ്മൾ മറ്റേ ബാഡ് വാട്ടർ ബേസിൻ സോഷോണ്ട് അവിടെ നിന്ന് വരുമ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടികൾ വരുന്ന നമുക്ക് കാണാൻ പറ്റും. തൊട്ടടുത്താണ് കേട്ടോ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. നമ്മൾ അങ്ങോട്ടേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. കുറച്ച് 1.5 മൈൽ ട്രെയിൽ ഹെഡ് ഉണ്ട്. നാച്ചുറൽ ബ്രിഡ്ജ് 2.5 മൈൽ 2.5 മൈലുണ്ട് ഇവിടുന്ന് മൊത്തം നാച്ചുറൽ ബ്രിഡ്ജിലേക്ക്. 1.5 മൈൽ എത്തുമ്പോൾ ട്രെയിൽ ഹെഡ് എത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ 1 മൈൽ ഹൈക്ക് ചെയ്യണം. ഇങ്ങോട്ടുള്ള റോഡ് മറ്റേ മണ്ണ് വഴിയാണ്. നമുക്കത് പോയി നോക്കാം. ഈ ഒരു റോഡിലൂടെയുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വണ്ടി കിടന്ന് കുലുങ്ങും കേട്ടോ. കാര്യം നമുക്ക് റോഡ് കാണുമ്പോൾ അതിന് തോന്നില്ലെങ്കിലും ഭയങ്കര മടക്കുകളാണ് റോഡിന്. അപ്പം ഇത് ഈ വാനായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എസ്കേപ്പ് വന്നിരുന്ന ഇത്രയും ഷെയ്ക്ക് തോന്നില്ലായിരുന്നു. എല്ലാ വണ്ടികളും പതുക്കെ പതുക്കെയാണ് പോണത്. ഓരോ കുഴിയിലും ചാടി ചാടി പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോട്ടോ, നല്ല രസം. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും 2 കാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ സെഡാൻ കാറുകൾ. അവര് തിരിച്ചു പോയിട്ടോ. പതുക്കെ വേണമെങ്കിൽ പോകാവുന്നേ, അധികം ദൂരം ഇല്ലാത്തതുണ്ട്. പക്ഷെ എന്നാലും കളിക്കണേടോ, അല്ലാണ്ട് ശരിക്കും ഇത്രയൊന്നുമില്ല അല്ലേ. കളിക്കാൻ വേണ്ടിട്ട് കുലിങ്ങനെയാണ്. നമ്മൾ ആ ട്രെയിൽ ഹെഡിലേക്ക് എത്തിയിട്ട് അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇതാ ആളുകൾ പോകുന്നുണ്ട്. അതിൽ നടന്നു പോകണം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെയും റെസ്റ്റ് റൂമുണ്ട് കേട്ടോ. നമ്മുടെ ബാഡ് വാട്ടർ ബേസിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക്. 3.5 മൈലുള്ളൂ. യെസ്, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ ആ കാറുകാർ 2 പേര് തിരിച്ചു എന്ന് പറഞ്ഞില്ലേ, സെഡാൻ കാറുകാരെ, അവർ ഭയങ്കര മണ്ടത്തരായിട്ടോ കാണിച്ചത്. കാരണം ജസ്റ്റ് ഒരു 200 മീറ്റർ പോലും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. കാരണം ഒരു വളവിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് കാണില്ല അവിടെ നിന്ന് വരുമ്പോൾ. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയായിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് നടന്ന് ഈ സ്ഥലം കണ്ടിട്ട് പോകാമായിരുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ. എത്ര ചെറിയ കാറാണെങ്കിലും ധൈര്യമായിട്ട് പോരെ. പതുക്കെ ഒന്ന് കയറി വന്നാൽ മതി. വലിയ കുന്നും മലയൊന്നും അല്ല. പക്ഷേ നമുക്ക് ആ മഡ് റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ അങ്ങനത്തെ റോഡിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ ഈസി ആയിട്ട് കയറി വരാം. പതുക്കെ കയറി വന്നാൽ മതി. അധികം ദൂരമൊന്നുമില്ല. എന്തായാലും ഇവിടെ വന്നിട്ട് ഇതും കണ്ടിട്ട് പോകണം.
റോഷ്നിയും ഐഷയും ബാത്റൂമിൽ പോയിക്കാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നോമ്പാണ്, അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ക്ഷീണം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് അവർ വന്നിട്ട് നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജിലേക്ക് പോകാം. നമ്മുടെ വണ്ടി ഇട്ടോടത്തുനിന്ന് ഞാൻ നമ്മുടെ മറ്റേ ബാഡ് വാട്ടർ ബേസിൽ നിന്ന് കാണിച്ചു തരാൻ തന്നെയല്ലേ. അതാണ് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. എവിടെ വണ്ടികൾ ആ യെസ്. അപ്പം അതിങ്ങനെ കിടക്കുവാണ്. പിന്നെ ഇതുണ്ടല്ലേ ഇവിടുത്തെ ആ ഏരിയയൊക്കെ ഇരിക്കുന്നുണ്ടോ. നാച്ചുറൽ ബ്രിഡ്ജ് കാനിയൻ. ഇവിടെ എഴുതിയേക്കുന്നത് 0.3 മൈൽസ് ഉള്ളൂ എന്നാണ് എഴുതിയേക്കുന്നത് നാച്ചുറൽ ബ്രിഡ്ജ്. പിന്നെ ഡ്രൈ വാട്ടർഫാൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ ബ്രിഡ്ജാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. റഗ്ഡ് ടെറൈൻ കേട്ടോ, റഗ്ഡ് ടെറൈൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നടക്കാം. അധികം ദൂരമില്ല, ഒരുപാട് പേര് ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതായത് നോക്കി നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത പോലെ ഉണ്ട്, ചെളിയും കല്ലും മിക്സ് ചെയ്ത് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഹൈക്ക് ചെയ്ത് പോകുന്നവർ. റെഡ് കളറാണോ? നമ്മളാ കാണുന്ന മലകളുടെ പീസായിരിക്കും ഇത്. ഓ ശരിയാണല്ലോ, വാവ്, ശരിക്കും നല്ലൊരു കളർ ഉണ്ട് കേട്ടോ, നല്ല രസം. That is yellowish. Come on. ആയിഷ ഒരു പിങ്ക് വൺ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. Upside down? No, the camera's upside down. എല്ലാവരും കല്ല് പറക്കിക്കൊണ്ടുവരുന്നുണ്ട്. Mine's purple. Wow. Purple. നല്ല ഭംഗിയാണ്. വാ come on. കൂടുതൽ കല്ലുകൾ കാണിച്ചുകൊണ്ടിരിക്കട്ടെ ഓരോരുത്തർ. അപ്പം ഇനി റോഷ്നി പറഞ്ഞേക്കണേ എല്ലാവരും സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം ഏറ്റവും നല്ലത് മാത്രം കാണിച്ചാന്ന് പറഞ്ഞേക്കോ. അപ്പോൾ ഇവരെ കൊണ്ട് മടുത്തോട്ടെ. ഇവർ ഇപ്പോൾ വലിയ പ്രകൃതി പര്യവേഷകരായിക്കാണ് കേട്ടോ. ഇതേണ്ടോ പച്ച കല്ല് കണ്ടില്ലേ. ഞാനിപ്പോൾ വേറെ സംഭവം കണ്ടു, അതുകൊണ്ടാണ് ഞാനതൊന്ന് കാണിച്ചത്. ഇത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു ഇതാട്ടോ. കറക്റ്റ് ബ്ലാക്ക് കളറൊക്കെ ഇല്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലാക്കാണ് നേരിട്ട് കാണുമ്പോൾ. നമ്മുടെ നാട്ടിലെ പാറയുടെ കളറല്ല, കറക്റ്റ് ബ്ലാക്ക്. വാ, ഈ സൈഡ് ഇതാണ്, പക്ഷേ ഇത് കണ്ടില്ലേ ബ്ലാക്ക്. റോഷ്നിയുടെ തിളങ്ങണ കല്ല് കണ്ടു എന്ന് പറഞ്ഞോട്ടോ. ഇതാണ് ഞാനിവിടെ മ്യൂസിയത്തിൽ കയറിയപ്പോൾ കണ്ടതേ. ഇതൊക്കെ മറ്റേ ശരിയാണ്, തിളങ്ങുന്നുണ്ട്. നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജ് എത്തി. വാ, ഇവിടെ എത്തി. യെസ്, ഇതാ കാണുന്നുണ്ട് നാച്ചുറൽ ബ്രിഡ്ജ്. അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ എന്തോ ഒരു ചെറിയൊരു നദിയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ആ ഒരു സെയിം ഫീലാണ് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. കറക്റ്റ് അതിൻ്റെ മേളിൽ കറക്റ്റ് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടൊരു ബ്രിഡ്ജ്. വെരി ഗുഡ്. അവിടെ ആളുകൾ നിൽക്കുന്ന കാണാം. അപ്പം നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ തിക്നെസ് ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ, എന്താണ് ഒരു അത്ഭുതം അല്ലേ. ഇതാ അവിടെ നല്ല ഹൈറ്റിലുണ്ടോ അതൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്നിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. വാ, ഈ ഒരു വ്യൂ നല്ല രസമുണ്ട് കേട്ടോ.
യെസ്, നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ഇടയിലൂടെ ഐഷ, റോഷിനി, മോൻ എല്ലാവരും നടന്നു വരുന്നു. വേറെ ഇവിടെ വന്നിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾ നമുക്ക് കാണാം. എല്ലാവരും വരുന്നു, ഇത് കാണുന്നു, അപ്പം തന്നെ പോകുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇതൂടെ ഉണ്ട്, അങ്ങോട്ടേക്ക് ആരും പോയി കാണുന്നില്ല. ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് മുകളിലേക്കുള്ളവിടെ പോകണമെന്നുണ്ട്, പക്ഷെ നോമ്പായതുകൊണ്ട് അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്താ പറയുന്നത്, അടിപൊളിയുണ്ട്, ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വന്നത് നല്ല അടിപൊളിയായി. ശരിക്കും പറഞ്ഞാൽ ഡെത്ത് വാലി ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് വന്ന് കണ്ട് പോകുന്നതിനോട് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് രാവിലെ വന്നാൽ വൈകുന്നേരം കണ്ടിട്ട് പോകാവുന്ന കാര്യമുള്ളൂ. കുറച്ച് അത്യാവശ്യം മേജറായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ്. പക്ഷെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഒരു ഫീല് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ദിവസമോ 2 ദിവസമൊക്കെ നിന്ന് എല്ലായിടത്തും നമ്മൾ ട്രെയിൽസ് ഒക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും ട്രിപ്പിൻ്റെ ഒരു ഗുഡ് ഫീല് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട്. മിക്കവാറും നമ്മൾ ഇവിടെ തന്നെ ഇന്ന് ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എന്താ ഫോട്ടോയാ? വാ, അടിപൊളിയാണല്ലോ, സൂപ്പർ ഫോട്ടോ. എന്താ റോക്ക് കളക്ഷൻ മോൻ്റെ, ഗുഡ് ബോയ്. എന്നോട്ട് ആരും ഏറ്റവും കൂടുതലൊന്നും അല്ലെന്നോട്ടെ കണ്ടേ. വാ, സൂപ്പർ മോൻ. എനിക്ക് ഐ ലവ് ഇറ്റ്. നമ്മൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഷോ മീ യോസ്. So this one's a heart. Okay. See? And in this one, if you go in the sun, it will sparkle. Oh, really? Okay. Yeah, okay. And then this one has different colors. Wow, like that's pink, awesome. I love it. green, Wow. yellow. Really? No green. Yeah, this is green. Where? Show me. Right here. No. Look, it's green. Okay. Green. Looks like white. And then this yeah, yellow that. like that. Yeah. Huh? ഇത് ലൈംസ്റ്റോൺ ആ. ഇതൊക്കെ Wow. And then ഈജിപ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആണോ? ഈജിപ്തിലെ പിരമിഡ് ബിൽഡ് ചെയ്യാൻ യൂസ് I found ചെയ്താണല്ലേ? a pink one. വാ, അടിപൊളി. ഈ കക്കട കാണിച്ച് മോന് സെലക്ട് ചെയ്തിരിക്കുന്ന കല്ലുകളാണ്. ഇതാണ് നമ്മളിവിടെ ഈ ഒരു മലയിൽ തന്നെ നമ്മളിനി ഇങ്ങനെയുള്ള ഒരു മല കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ പേര് ആർട്ടിസ്റ്റ് പാലറ്റ് എന്നാണ്. നമുക്കത് പോയി കാണാം. അതായത് ഒരു മലയിൽ തന്നെ ഒരു ആർട്ടിസ്റ്റ് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ കളറുകൾ വെച്ചിരിക്കുന്ന ഒരു മല കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ. ഇതാണ് റോഷൻ കളക്ഷൻ. ഇതിൻ്റെ എന്താണ് ആ ഒരു തീം? ലവ് ഷേപ്പാ ആർട്ട്. പിന്നെ ഇതില് കുറേ കളർ കോമ്പിനേഷൻ ഉണ്ട്, അതിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കുറേ കളർ കോമ്പിനേഷൻ ഉണ്ട്. റോഷനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. ഓക്കെ ഗുഡ്. സോ യു ആർ ഗൈസ് വിന്നർ ബേസിക്കലി മോനാണ്. നമ്മളപ്പോൾ ലാർജസ്റ്റ് തെർമോമീറ്റർ ഇൻ ദ വേൾഡ് കണ്ടു. നമ്മളിപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് തെർമോമീറ്റർ കണ്ടു. പിന്നെ ബാഡ് വാട്ടർ ബേസിൻ കണ്ടു. ഇപ്പം 3 നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡെവിൾസ് ഗോൾഫ് കോഴ്സാണ്. ഇനി ഇവിടുന്ന് 12 മൈലുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതെല്ലാം നമ്മൾ പോരുന്ന വഴിയിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്ന വഴി ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേൾഡ്സ് ലാർജസ്റ്റ് തെർമോമീറ്റർ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ട് നമ്മൾ പോയി ഫർണസ് ക്രീക്കിലേക്ക് എത്തും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സെഡാൻ കാറുകൾ വരുന്നുണ്ടെന്ന് പറയില്ല. ആദ്യം നമ്മളിവിടെ കണ്ടില്ലായിരുന്നു, അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് 2 എണ്ണം വന്നിട്ടുണ്ട്. ഒരെണ്ണം കയറി വരണം കാണുമ്പോൾ അതിൻ്റെ പുറയിൽ വരും വേറെ. പിന്നെ അവിടെ ഒരു ഫോക്സ് വാഗൻ്റെ കിടക്കുന്നുണ്ട് അവിടെ. കണ്ടോ, എല്ലാ വണ്ടികൾക്കും വരാം കേട്ടോ, കാരണം അത്ര അടുത്താണ്. ഇതന്നെ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാണിക്കാൻ. ഈ ടേണിങ്ങിൻ്റെ താഴെ വെച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. ഈ ടേണിങ് കഴിഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് വരായിരുന്നു. കണ്ടില്ലേ, അത് ആ കാറുകൾ കയറി വരുന്നുണ്ടോ. അപ്പോൾ കുറച്ച് വരുമ്പോൾ അവർക്ക് പേടിയായിട്ടായിരിക്കും തിരിച്ചു പോകണത്. അത് അത്രേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന ഹൈവേ ആണ്. ഹൈവേയിലൂടെ വണ്ടികൾ പോകണം നമുക്ക് കാണാം. ആ കാണുന്ന ഹൈവേ ആണ്. വീണ്ടും നമ്മൾ കുറച്ചുകൂടി സ്പീഡ് കുറച്ച് വീണ്ടും നമ്മൾ ബാഡ് വാട്ടർ ബേസിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരുപാട് പേര് വണ്ടി ഓടിച്ച് പോകുന്നത് കാണാം. ബാഡ് വാട്ടറിൻ്റെ മുകളിലൂടെയാണെന്ന് തോന്നുന്നു. നമുക്കും പറ്റുവാണെങ്കിൽ അതിലൊന്ന് പോയി നോക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഡെവിൾസ് ഗോൾഫ് കോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 12 മൈൽ ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 2 മൈൽ പോലും ഇല്ല കേട്ടോ അവിടെ നിന്ന് നമ്മൾ പോകുന്നിടത്തുനിന്ന്.
എന്താണെന്നറിയില്ല, ഗൂഗിൾ മാപ്പിൻ്റെ പ്രശ്നമായിരിക്കും. ഗൂഗിൾ മാപ്പിൽ വെച്ചപ്പോൾ നമ്മളങ്ങനെ കണ്ടത്. തൊട്ടടുത്താണ്. തിരിയുമ്പോൾ തന്നെ ഇവിടെ ഡെവിൾ ഗോൾഫ് കോഴ്സ് എന്നുള്ള ബോർഡ് കാണാം. നമ്മൾ ആ ഭാഗത്ത് നിന്ന് കേട്ടോ മറ്റേ ബാഡ് വാട്ടർ ബേസിൻ കണ്ടിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിലാണ് ഈ ഡെവിൾ ഗൾഫ്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ബാഡ് വാട്ടർ ബേസിൻ കണ്ടിട്ട് പോകുന്നത്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി വരുമ്പോഴാണ് ഡെവിൾസ് ഗോൾഫ് കോഴ്സ്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും അങ്ങോട്ടേക്ക് വീണ്ടും ബാഡ് വാട്ടർ ബേസിനുണ്ട്. അപ്പോൾ നമ്മൾ ഡെവിൾസ് ഗോൾഫ് കോഴ്സിലേക്ക് എത്തി കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ ഭയങ്കര നിരപ്പായ സ്ഥലമാണ്. പിന്നെ ഒരു ചെറിയ ഒരു ഉരുണ്ട പ്രദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴല്ല കുറച്ച് വലിയ മൺകട്ടകളും അതിൽ ഇതാണ്. പക്ഷേ എന്തായാലും നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ആ മലകൾ കാണാനായിട്ട് നല്ല രസം. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗിയും വരണ്ടെന്ന് അറിയില്ല. നല്ല ബ്യൂട്ടിയാണ്. അയ്യോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് മറ്റേ സാൾട്ട് വാട്ടർ ബേസിനിലെ ബാഡ് വാട്ടറിലെ സാൾട്ട് ആയിരിക്കും. നോക്കി, വൈറ്റ് കളറ് നമ്മുടെ ഷൂവിലായിട്ടുണ്ട്. അതാണ്. നമുക്ക് ഒന്ന് അങ്ങോട്ട് പോവാം. നമ്മൾ ബാഡ് വാട്ടർ ബേസിനിൽ കണ്ടത് പൊടിയായിട്ടുള്ള സാൻഡായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ചുകൂടി ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സാൻഡാണ്. അപ്പോൾ അത് കാലക്രമേണ ഇത് ഭയങ്കര മുന പോലെയൊക്കെ നിന്നിരുന്നു. അത് മഴയും കാറ്റും ഒക്കെ അടിച്ച് പല ഷേപ്പിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ശരിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയായിരുന്നു. ഇവിടെ കുറച്ചുകൂടി ഒരു കല്ല് പോലെയാണ്. നമ്മുടെ കല്ലുപ്പ് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇതാ മറ്റേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരുന്നു. എന്താണെന്നറിയില്ല ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം. അപ്പം ഇതൊക്കെ വൈറ്റ് കളറാണ് ഫുള്ള്. അപ്പോൾ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും ഷേപ്പിലൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഡെവിൾസ് ഗോൾഫ് കോഴ്സ് എന്ന് പറയാൻ കാരണം ഇത് ഇവിടെ ഡെവിളിന് മാത്രമാണ് ഗോൾഫ് കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, ഒരു പേര് അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളിതിൽ സൂക്ഷിച്ച് നടക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈവൻ എല്ല് വരെ ഒടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഫുൾ സോൾട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് കണ്ടില്ലേ, നല്ല ഒരു ശരിക്കും പരവതാനി വിരിച്ച പോലെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുള്ളു പോലെ എല്ലാ ഇതിലും പിടിച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഭയങ്കര ബലമാണ് കേട്ടോ ഇതിന്. നമുക്ക് കാണുമ്പോൾ പൊടിയിരിക്കുന്ന പോലെ തോന്നുന്നെങ്കിലും ഒരു കല്ലിൻ്റെ ബലമാണ് ഇതിന്. ആയിരക്കണക്കിന് മില്യൺ കണക്കിന് വർഷങ്ങളൊക്കെ കിടന്ന് ഒക്കെ ആവുന്നതാവും. ഇവിടെയും വണ്ടികൾ വരുന്നുണ്ട്. എല്ലാവരും വരുന്നു, കാണുന്നു, പോകുന്നു. ഇവിടം വരെയാണ് ഈ ഡെവിൾസ് ഗോൾഫ് കോഴ്സിൻ്റെ ആ ഒരു രൂപത്തിലുള്ള ഇത് വരുന്നത്. ഇങ്ങോട്ട് കുറേ ഉണ്ട്. എത്ര നമ്മൾ ആദ്യം പറഞ്ഞില്ല, 200 മൈൽ, അതായത് ഏകദേശം 500 സ്ക്വയർ കിലോമീറ്ററോളം ഉണ്ട് ഈ പറയുന്ന ഈ സോൾട്ട് ഇതുപോലെ കിടക്കുന്ന ഏരിയ. ഇത് അവിടെ നിന്ന് കുട്ടികളൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാം. അത് ഐസാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അതൊക്കെ ഈ സോൾട്ടിൻ്റെ പാർട്ടാണ്. അങ്ങോട്ടേക്ക് കണ്ടില്ല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. എന്താടാ? എനിക്ക് മറ്റേ എൻ്റെ മൊബൈൽ എടുക്കണമായിരുന്നു. എന്തിനാ? ഫോട്ടോ എടുക്കാൻ. അത് വേറെ നല്ല ഫോട്ടോ അല്ലേ ഇതിലെടുക്കാൻ പാടില്ലേ? അതിലെടുക്കണം. എന്നാ എടുത്തോ. മോനൊരു ചെറിയ കുഞ്ഞ് ഫോണുണ്ട് കേട്ടോ. അവനക്ക് എവിടെ ചെന്നാലും അതിൻ്റെ അകത്തൊരു ഫോട്ടോ എടുത്താലാണ് ഹാപ്പി ആവുള്ളൂ. ഋഷ, ഹൗ യു ലൈക്ക് ദിസ് പ്ലേസ്? I don't like it. You don't like this? No. എന്താ? It's making me scared. ആ ഡെവിൾസ് ഗോൾഫ് കോഴ്സ് പേര് No, because of the devil. Then what? Because of these small holes. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും Nick, I don't fear of what's inside it. I fear of how it looks, and I don't like it. ഓക്കെ, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. I don't fear of that. I fear of how it looks. ലുക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ജീവിയായിരിക്കും. അപ്പോൾ അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞേ.
പോകാം. അതിന്റെ അടുത്ത സ്ഥലത്ത് നിന്നിട്ട് പിന്നെ നമുക്ക് ടെന്റ് കണ്ടുപിടിച്ച് ടെന്റ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും പോകാമെന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കൂടെ ചെറിയൊരു ഒന്നുകൂടെ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പാകത്തിനായിട്ടുള്ള രീതിയിൽ ഒന്ന് എടുക്കാം. ഒന്നുകൂടി അടുത്ത് കാണാൻ പാകത്തിന് നോക്കുക. ഹാർട്ട് വേർ ഹാർട്ട് ഉണ്ടോ? ഐഷ ഹാർട്ട് ഷേപ്പ് ഉണ്ടെന്ന് പറയുന്നത്. ഓ യാ, ദാറ്റ്സ് ട്രൂ. സമ്മൺ മേ ബി അങ്ങനെ കട്ട് ചെയ്തതായിരിക്കും. No. ഓക്കെ, Puppy, no. യെസ്. നമുക്കപ്പോൾ ഇവിടുന്ന് പോയി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഡെത്ത് വാലിയിൽ അത്യാവശ്യം മേജറായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ ക്ലോസ് ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും അടുത്താണ്, ഇത്രയും ഈസി ആയിട്ട് നമുക്കിവിടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഈ ഒരു പ്രദേശത്തിൻ്റെ വലിപ്പവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ US മറ്റൊരു സ്റ്റേറ്റിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ളൊരു സ്ഥലമാണ് ഈ ഡെത്ത് വാലി മാത്രം. അപ്പം ഇത്രയും അടുത്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി നമ്മൾ ഓൾറെഡി 5 സ്ഥലങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ ഒരു 10-11 സ്ഥലങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മേജറായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും മേജറായിട്ടുള്ള ഉണ്ട്, എങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ ഏകദേശം ഒരു 12 മണിയോടുകൂടിയല്ലേ ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം.